ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ക്യൂട്ടായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ഉണ്ടാക്കുന്നത്. ചെറിയൊരു ബ്രൂം സ്റ്റിക്കും പിന്നൊരു ഡസ്റ്റ് പാനും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഇതാ സർക്കിൾ ഷേപ്പിലുള്ളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് അത് ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി സിസർ ഉപയോഗിച്ചിട്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബ്രൂം സ്റ്റിക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഇതാ ഒരു പേപ്പർ എടുക്കുക. അളവ് ഞാനിതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇത് അതേപോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. ഇനി അതിൻ്റെ അറ്റം ഗം ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സർക്കിളിൻ്റെ ഹാഫ് പോർഷനിലേക്ക് അത് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്റ്റിക്ക് റെഡിയായി. ഇനി അതിലേക്കുള്ള ബ്രഷ് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഇതാ അളവ് ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ അളവിലുള്ളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് അത് ഈക്വൽ ഹാഫായിട്ട് നീളത്തിൽ മടക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെയും ഹാഫായിട്ട് വട്ടത്തിൽ ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക. ഇനി അതിൻ്റെ ഏതെങ്കിലും ഒരു വശം ഗം ഉപയോഗിച്ചിട്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രൂം സ്റ്റിക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആ പേപ്പർ നമ്മൾ രണ്ടായിട്ടാണല്ലോ മടക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലെ ഭാഗവും ഇതേപോലെ തന്നെ ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് അതിൻ്റെ അറ്റത്ത് സിസർ ഉപയോഗിച്ചിട്ട് ചെറിയ രീതിയിൽ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് നമ്മളൊരു സർക്കിൾ പേപ്പർ ഹാഫായിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ അടുത്ത ഹാഫ് എടുക്കുക. ഇനി അതിലേക്ക് നമ്മളൊരു ബണ്ണി തീമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അതേപോലെ ചെവിയുടെ ഷേപ്പ് വരച്ചിട്ട് അത് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ യെല്ലോ പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇനി അത് ബാക്കിലെ ആ ഭാഗം കവർ ചെയ്യുന്നതിനായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ബണ്ണി തീം ആയതുകൊണ്ട് തന്നെ അതിലേക്ക് കണ്ണും മൂക്കും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മിനി ബ്രൂ സ്റ്റിക്ക്? ഇനി നമുക്കിതിലേക്കുള്ള ഡസ്റ്റ് പാൻ സെറ്റ് ചെയ്യണം. അതിനായിട്ട് 16 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് അത് കോർണർ ടു കോർണർ ഇത് അതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഒരു വശം ചെയ്ത് കഴിയുമ്പോൾ അതേപോലെ തന്നെ അടുത്ത കോർണറും അതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി പേപ്പർ ഈക്വൽ ഹാഫായിട്ട് രണ്ട് സൈഡിൽ നിന്നും ഒരേപോലെ തന്നെ മടക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി കൊടുക്കാം. മുകൾ വശവും താഴ്വശവും ഒരേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിത് അതേപോലെ സ്ക്വയർ ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നുമായിട്ട് സെൻറ്ററിലേക്ക് അതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഒരു വശം ചെയ്ത് കഴിയുമ്പോൾ പേപ്പർ നിവർത്തിയിട്ട് അടുത്ത വശവും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെ പേപ്പറും പിന്നെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വരുന്ന പേപ്പറും ഇതേപോലെ ഇങ്ങനെ നിവർത്തി കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും അതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കാം. ഇപ്പോൾ നമുക്കൊരു ബോക്സ് പോലെയായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഡസ്റ്റ് പാൻ സെറ്റായി. ഇനി ഇതിലേക്കുള്ള സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് 12 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പർ എടുക്കുക. എന്നിട്ടൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇത് അതേപോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. ഇനി അതിൻ്റെ അറ്റത്ത് ഗം ഉപയോഗിച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ഏതെങ്കിലും ഒരു വശം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന പാനിൻ്റെ ബാക്ക് വശത്തേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡസ്റ്റ് പാനും സെറ്റായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ കുട്ടി ക്രാഫ്റ്റ്? ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.